നാല് തലമുറകൾ ഒരുമിച്ച് കുംഭമേളയിൽ പുണ്യസ്നാനം നടത്തിയ കാഴ്ച. ഈ കാഴ്ചയ്ക്കാണ് പ്രയാഗ്രാജ് കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനും ശതകോടീശ്വരനുമായ വ്യവസായി മുകേഷ് അംബാനി മഹാകുംഭമേളയിൽ പുണ്യസ്നാനം നടത്തി. കുടുംബാംഗങ്ങളോടൊപ്പമാണ് മുകേഷ് അംബാനി മഹാകുംഭത്തിൽ പങ്കെടുത്തത്. സംഗമ സ്നാനത്തിന്റെ പുണ്യം നേടാൻ അംബാനി കുടുംബത്തിലെ 4 തലമുറകൾ എത്തിയിരുന്നു. മുകേഷ് അംബാനിയോടൊപ്പം അദ്ദേഹത്തിന്റെ അമ്മയും മക്കളും പേരക്കുട്ടികളും സംഗമ സ്നാനം നടത്തി. അമ്മ കോകിലാബെൻ മുകേഷ് അംബാനി, മക്കളായ അനന്ത് അംബാനി, ആകാശ് അംബാനി, ആകാശിന്റെ ഭാര്യ ശ്ലോക മെഹ്ത, 2 മക്കളായ പൃഥ്വി, വേദ എന്നിവരാണ് മഹാകുംഭമേളയിൽ പങ്കെടുത്തത്. സവിശേഷ ദിനമായ മാഘപൂർണിമയോടനുബന്ധിച്ചാണ് അംബാനി കുടുംബം പുണ്യസ്നാനത്തിനായി തിരഞ്ഞെടുത്തത് എന്നുള്ള സവിശേഷതയുമുണ്ട്. കഴിഞ്ഞ മാസം മുകേഷ് അംബാനിയുടെ ഇളയ സഹോദരനും വ്യവസായിയുമായ അനിൽ അംബാനിയും ഭാര്യയും മുൻ നടിയുമായ ടീന അംബാനിയും മഹാകുംഭമേളയിൽ പങ്കെടുത്ത് പുണ്യസ്നാനം നടത്തിയിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയ അരൽഘട്ട് വഴിയാണ് മുകേഷ് അംബാനിയും സംഗമത്തിൽ എത്തിയത്. മുകേഷ് അംബാനിയുടെ 2 സഹോദരിമാരും മറ്റു കുടുംബാംഗങ്ങളും കുംഭമേളയോട് അനുബന്ധിച്ച് ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി. ജനുവരി 13 ആരംഭിച്ച മഹാകുംഭമേളയുടെ അവിഭാജ്യ ഘടകമായ കൽപ്പവത്തിന്റെ സമാപനമാണ് ബുധനാഴ്ചത്തെ മാഘപൂർണിമ. ധാരാളം ഭക്തർ ഇന്ന് സംഗമത്തിൽ പുണ്യസ്നാനം നടത്തുകയും പൂജയും ദാനവും അടക്കമുള്ള സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഹിന്ദു കലണ്ടർ അനുസരിച്ച് മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിലെ പൗർണമി ദിനത്തെ പൂർണിമ എന്ന് വിളിക്കുന്നു. പൂർണിമ നാളിൽ പുണ്യനദികളിൽ കുളിച്ച് ദാനകർമ്മം ചെയ്യുന്ന ആചാരമുണ്ട്. മാഘപൂർണിമ നാളിൽ പ്രയാഗ്രാജിലെ ഗംഗയുടെയും ത്രിവേണിയുടെയും സംഗമസ്ഥാനത്ത് സ്നാനം ചെയ്ത് പുണ്യം നേടുന്ന ഒരു ആചാരമുണ്ട്. പൂർണിമ നാളിൽ ചന്ദ്രനെയും ലക്ഷ്മി ദേവിയും ആരാധിക്കുന്നു. ഈ സമയത്ത് ചെയ്യുന്ന എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും എളുപ്പത്തിൽ ഫലം നൽകും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് ആളുകൾ അവരുടെ കഴിവിനനുസരിച്ച് ഈ ദിവസം ആവശ്യക്കാർക്ക് ദാനം ചെയ്യുന്ന ഒരു പതിവുമുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെ 8 മണിയോടെ ത്രിവേണി സംഗമത്തിൽ ഏകദേശം 50 ലക്ഷം ഭക്തരാണ് പുണ്യസ്നാനം നടത്തിയത്. ഇതോടെ മഹാകുംഭമേളയിൽ പുണ്യസ്നാനം ചെയ്തവരുടെ എണ്ണം 45 കോടി കവിഞ്ഞു. മഹാകുംഭമേളയിൽ 45 കോടിയോളം ഭക്തർ പുണ്യസ്നാനം നടത്തും എന്നാണ് മഹാകുംഭമേളയ്ക്ക് മുൻപായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിരുന്നത്. ഉത്തർപ്രദേശ് സർക്കാർ പ്രതീക്ഷിച്ചിരുന്ന ഈ സംഖ്യ ഇതിനകം തന്നെ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത് മഹാമേളയ്ക്ക് വിശ്വാസികൾ നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു. മഹാകുംഭത്തിന് ഇനിയും 15 ദിവസവും 2 പ്രധാന സ്നാന ഉത്സവങ്ങളും ബാക്കിയുണ്ട്. നാളത്തെ മാഘപൂർണിമ ദിനവും ശിവരാത്രി ദിനവും കൂടുതൽ ഭക്തർ സംഗമ സ്നാനത്തിനായി എത്തുന്ന ദിവസങ്ങളാണെന്ന് കരുതപ്പെടുന്നു. ഇതോടെ മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം 50 കോടിയും കവിയും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മഹാകുംഭമേളയിലെ പ്രധാന സ്നാന ദിവസങ്ങളിൽ ഒന്നാണ് മാഘപൂർണിമ. മാഘപൂർണിമ സ്നാനത്തിന് ബുധനാഴ്ച പുലർച്ചെ തുടക്കമായി. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ ബുധനാഴ്ച പുലർച്ചെ തന്നെ ലക്ഷക്കണക്കിന് ഭക്തരാണ് മാഘപൂർണിമ സ്നാനം നടത്തിയത്. 1 മാസം നീണ്ടു നിൽക്കുന്ന കൽപ്പവയുടെ സമാപനം കുറിക്കുന്ന ദിവസമാണ് മാഘപൂർണിമ. മഹാകുംഭത്തിന്റെ അവിഭാജ്യ പാരമ്പര്യമാണ് കൽപ്പ. ത്രിവേണി സംഗമത്തിന് അടുത്ത് താമസിക്കുക, ഉപവാസം അനുഷ്ഠിക്കുക, അച്ചടക്കം പാലിക്കുക, ആത്മപരിശോധന നടത്തുക, ആത്മീയശുദ്ധീകരണം ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ഈ വർഷം 10 ലക്ഷത്തിലധികം ഭക്തർ കൽപ്പവ സ്നാനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മാഘപൂർണിമയോട് അനുബന്ധിച്ച് ഉത്തർപ്രദേശ് സർക്കാർ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വിവിധ ഘട്ടങ്ങളിലായി 2 കോടി ഭക്തർ മാഘപൂർണിമ സ്നാനം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഭക്തർ സ്നാനം ചെയ്യുന്ന സ്ഥലങ്ങളിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗതാഗത നിയമങ്ങൾ പാലിക്കാനും പാർക്കിങ്ങിന് അനുവദിച്ച സ്ഥലങ്ങൾ മാത്രം ഉപയോഗിക്കാനും കൽപ്പവാസികളോട് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ പൊതു സ്വകാര്യ വാഹനങ്ങൾക്കായി പ്രത്യേക പാർക്കിംഗ് സ്ഥലങ്ങളും അനുവദിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാസ്.